if you truly love cinema with all your heart and with enough passion, you can't help but make a good movie. You don't have to go to school. You don't have to know a lens, a 40 and a 50 and a fuck all that shit. If you just truly love cinema with enough passion and you really love it, then you can't help but make a good movie. വിവാഹ റിഹേഴ്സലിന്റെ അന്ന് വെടിയേറ്റ് വീണ ശേഷം കോമയിൽ നിന്നുണരുന്ന കഥാനായികയായ ബ്രൈഡ് മാരകമായ വൈപ്പർ അസാസിനേഷൻ സ്ക്വാഡിലെ തന്റെ മുൻ സഹപ്രവർത്തകർക്കെതിരെ പ്രതികാരം ചെയ്യുന്നതിനായി തന്റെ ദുരന്തത്തിന് ഉത്തരവാദികളായ ഓരോ അംഗത്തെയും ഇല്ലാതാക്കാൻ അവൾ രക്തത്തിൽ കുളിച്ച ഒരു യാത്ര ആരംഭിക്കുന്നു. ആയോധന കലകളോടും സമുറായി സിനിമകളോടുമുള്ള ആദരവിന്റെ ഒരു ഊർജ്ജസ്വലമായ ചലച്ചിത്രം. ഹൗസ് ഓഫ് ബ്ലൂ ലീവിലെ ഐതിഹാസികമായ യുദ്ധം മുതൽ ഓറൻ ഇഷിയുടെ പിന്നാമ്പുറ കഥകൾ വിവരിക്കുന്ന ത്രില്ലിംഗ് ആനിമേഷൻ സീക്വൻസ് വരെ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു അസാധ്യ സിനിമ. ഞാനിന്ന് പറയാൻ പോകുന്നത് ക്വിന്റിൻ ടാരന്റിനോ എന്ന ഡയറക്ടറിനെ പറ്റിയാണ്. വയലൻസ് കൊണ്ട് പ്രേക്ഷകരെ തന്റെ സിനിമയിലേക്ക് ആകർഷിക്കുന്ന, അതുപോലെ വൈകാരിക നിമിഷങ്ങൾ കൊണ്ട് തന്റെ സിനിമകളിൽ പ്രേക്ഷകരെ പിടിച്ചു നിർത്തുന്ന ടാരന്റിനോ പ്രമുഖ സിനിമാ സംവിധായകരിലെ മുൻനിര പ്രതിഭയാണ്. എന്റെ സിനിമകൾ പെയിൻഫുള്ളി പേഴ്സണൽ ആണ്, എന്നാൽ അവ എത്രത്തോളം വ്യക്തിപരമാണെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിക്കുന്നില്ല. അത് വ്യക്തിപരമാക്കുക എന്നത് എന്റെ ജോലിയാണ്. മാത്രമല്ല, അത് എത്രത്തോളം വ്യക്തിപരമാണെന്ന് എനിക്കോ എന്നെ അറിയുന്ന ആളുകൾക്കോ മാത്രമേ അറിയൂ. കിൽ ബിൽ തികച്ചും വ്യക്തിപരമായ സിനിമയാണ്. ടാരന്റിനോ തന്റെ സിനിമകളെ അത്രത്തോളം വ്യക്തിപരമാക്കി മാറ്റുന്നു. ഈ കാര്യത്തെപ്പറ്റി മാർട്ടിൻ സ്കോർസെസിയും സമാനമായ ചിന്ത വെച്ചു പുലർത്തുന്നുണ്ട്. എത്രമാത്രം നിങ്ങളുടെ സ്ക്രിപ്റ്റ് പേഴ്സണൽ ആക്കുന്നുവോ അത്രമാത്രം ആ സിനിമ നല്ലതാകുമെന്ന്. ടാരന്റിനോ മൂവികളിൽ കണ്ടുവരുന്ന ഒരു വലിയ പ്രത്യേകതയാണ് വയലൻസ്. Why the need for so much gruesome graphic violence? Why not let us imagine a little? Because it's so much fun, Chad. Get it? വയലൻസിനെ ഒരു ടൂളായി അദ്ദേഹം തന്റെ സിനിമകളിൽ ഉപയോഗിക്കുമ്പോൾ അതിന് പുറകിൽ വ്യക്തമായ ഒരു വൈകാരിക ഘടകം ഉണ്ടായിരിക്കും. പ്രതികാരത്തിന്റെയും അമർഷത്തിന്റെയും ഒരു തിരിച്ചടിയായി പലപ്പോഴും വയലൻസ് രംഗങ്ങളെ ഉപയോഗിക്കുമ്പോൾ പ്രേക്ഷകരിലേക്കും ആ കഥാപാത്രത്തിന്റെ വികാരങ്ങളും പ്രശ്നങ്ങളും എമ്പതറ്റിക്കലായി മനസ്സിൽ നിറയും. ടാരന്റിനോയുടെ ആദ്യ സിനിമയായ റിസർവോയർ ഡോഗ്സ് ജനഹൃദയങ്ങളിലേക്ക് വളരെ വേഗത്തിൽ കയറിപ്പറ്റിയത് ടാരന്റിനോയുടെ അതിഗംഭീര തിരക്കഥ കൊണ്ട് മാത്രമാണ്. നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ്, കോംപ്ലക്സ് ആയ കഥാപാത്രങ്ങൾ, വ്യത്യസ്തമായ കഥാസന്ദർഭം എന്നിവ കൊണ്ട് എപ്പോഴും ടാരന്റിനോ സിനിമകൾ വേറിട്ട് നിൽക്കുന്നു. Doing 10 years, thinking that's some stupid mother. Ain't no choice at all. Bam. അതിനുശേഷം ഇറങ്ങിയ പൾപ്പ് ഫിക്ഷനും ഇത്തരം പ്രത്യേകതകൾ കൊണ്ട് വ്യത്യസ്തമായി നിൽക്കുന്ന സിനിമയാണ്. ലോസ് ഏഞ്ചൽസ് പശ്ചാത്തലമാക്കി നിർമ്മിച്ച പൾപ്പ് ഫിക്ഷൻ ഒന്നിലധികം ആഖ്യാന ത്രെഡുകൾ നെയ്തെടുത്ത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളുടെ ജീവിതത്തെ പിന്തുടർന്ന് അവരുടെ പാതകൾ അപ്രതീക്ഷിതവും വിചിത്രവുമായി ചിത്രീകരിക്കുന്ന സിനിമയാണ്. ഈ സിനിമയിൽ ടാരന്റിനോ വിദഗ്ധമായി സമയത്തെ കൈകാര്യം ചെയ്യുന്നു. പരമ്പരാഗത സിനിമാറ്റിക് ഘടനകളെ വെല്ലുവിളിക്കുന്ന ഒരു അതിശയകരമായ ആഖ്യാന പസിൽ ഈ സിനിമയിൽ അദ്ദേഹം സൃഷ്ടിക്കുന്നു. ഈ അതുല്യമായ സമീപനം പ്രേക്ഷകരെ അവരുടെ ഇരിപ്പിടങ്ങളുടെ അരികിൽ ഇരുത്തുന്നു. അവർ കഥാപാത്രങ്ങളുടെ യാത്രകളും അവരുടെ വിധി എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും സൂക്ഷ്മമായി പരിശോധിക്കുന്നു. 1997 പുറത്തിറങ്ങിയ ജാക്കി ബ്രൗൺ,
ടാരന്റിനോയുടെ ഫിലിമോഗ്രഫിയിലെ ഒരു നാഴികക്കല്ലായി മാറി. എൽമോർ ലിയോനാർഡിന്റെ റംപഞ്ച് എന്ന നോവലിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട ഈ ക്രൈം ഡ്രാമ ടാരന്റിനോയുടെ മുൻകാല സിനിമകളുടെ നോൺ ലീനിയർ നറേഷനിൽ നിന്നും വ്യതിചലിച്ച് കൂടുതൽ ലീനിയർ രീതിയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. ജാക്കി ബ്രൗണിനെ വേറിട്ട് നിർത്തുന്നത് അതിന്റെ മെച്ചുറായ ക്യാരക്ടർ ഓറിയന്റഡ് ആയ നറേഷനാണ്. പൾപ്പ് ഫിക്ഷന്റെ മിന്നുന്ന വേഗതയേറിയ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ഈ സിനിമ സൂക്ഷ്മമായ കഥാപാത്ര വികസനത്തിലും അതിലെ നായകന്മാരുടെ വൈകാരിക ആഴത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ടാരന്റിനോ എന്ന സംവിധായകനെ പലപ്പോഴും അലങ്കരിക്കുന്നത് കിൽ ബിൽ എന്ന സിനിമയിലൂടെയാണ്. ടാരന്റിനോയുടെ സിനിമകളുടെ കാതൽ സംഭാഷണത്തിലെ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യമാണ്. അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകൾ ഡാർക്ക് ഹ്യൂമർ കൊണ്ടും യഥാർത്ഥ സ്വഭാവ പഠനങ്ങളുമായി വർത്തിക്കുന്ന മോണോലോഗുകൾ കൊണ്ടും വേറിട്ട് നിൽക്കുന്നു. ടാരന്റിനോയുടെ കഥപറച്ചിലിന്റെ മറ്റൊരു അഭിവാജ്യ ഘടകമാണ് സംഗീതം. നറേഷനെ പൊലിപ്പിക്കുന്ന, നൊസ്റ്റാൾജിയ ഉണർത്തുന്ന രംഗങ്ങളുടെ മൂഡ് വർദ്ധിപ്പിക്കുന്ന ശ്രദ്ധാപൂർവം ക്യൂറേറ്റ് ചെയ്ത ശബ്ദ ട്രാക്കുകൾ. ഐക്കോണിക് ഹിറ്റുകൾ മുതൽ അവ്യക്തമായ ശബ്ദങ്ങൾ വരെയുള്ള അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുക്കലുകൾ അദ്ദേഹത്തിന്റെ സിനിമകളുടെ വൈകാരിക അനുകരണത്തെ കൂടുതൽ മികവുറ്റതാക്കുന്നു. അദ്ദേഹത്തിന്റെ തീമുകളെയും ചിത്രീകരണങ്ങളെയും ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾക്കിടയിലും സിനിമയിൽ ടാരന്റിനോയുടെ സ്വാധീനം നിഷേധിക്കാനാകാത്തതാണ്. കഥപറച്ചിലിലെ നിർഭയത്വം, തന്റെ കലാപരമായ കാഴ്ചപ്പാടുകൾക്കുള്ള അശ്രാന്ത പരിശ്രമം, അതിരുകൾ ഭേദിക്കുന്നതിനുള്ള അർപ്പണബോധം എന്നിവ സിനിമാറ്റിക് ഐക്കൺ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിക്കുന്നു. അദ്ദേഹം പ്രേക്ഷകരെ പ്രചോദിപ്പിക്കുകയും ആകർഷിക്കുകയും ചെയ്യുന്നു. സർഗാത്മകതയ്ക്ക് അതിരുകളില്ലാത്ത ഒരു രചയിതാവിന്റെ ശക്തിയുടെ തെളിവാണത്. Why? Because we love